ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു നില വെച്ച് ടാറ്റയാണ് ഇലക്ട്രിക് വണ്ടികളുടെ മാനുഫാക്ചറിങ്ങിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന 4 വണ്ടികളെടുത്ത് അവർക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ അടുത്ത 2 വർഷത്തിനുള്ളിൽ ഇനിയും 4 വണ്ടികൾ വരുന്നുണ്ട്. പക്ഷേ മഹീന്ദ്രയ്ക്ക് താൽക്കാലികമായി ആകെ ഒരൊറ്റ വാഹനം മാത്രമേ ഇലക്ട്രിക്കൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അവരുടെ മറ്റുള്ള വണ്ടികളുടെ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടില്ലെങ്കിലും ടെസ്റ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. അതിൽ ഈ അടുത്ത ടെസ്റ്റിങ്ങിൽ സ്പോട്ട് ചെയ്യപ്പെട്ട ഒരു വാഹനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കൂപ്പെ SUV. ഇത് മഹീന്ദ്രയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഇലക്ട്രിക് വണ്ടിയാണ് എന്ന് പറയാം. നമുക്ക് ആദ്യം E8 ഇലക്ട്രിക് ആയിരിക്കും വരുന്നത്, അതായത് XUV 700 ബേസ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് വണ്ടി. അതിൻ്റെ കറക്റ്റ് പേരെങ്ങനെ ആയിരിക്കണം എന്നൊന്നുമില്ല, അത് അവർ കോൺസെപ്റ്റ് ഇതിനു മുമ്പ് കാണിച്ച സമയത്ത് ഇട്ട പേരാണ്. BE റേഞ്ചിലും അതുപോലെ നമ്മുടെ നോർമൽ മഹീന്ദ്ര ലോഗോ അണ്ടറിൽ വരുന്ന XUV നെയിംസിലും. ഓക്കെ, അതിൻ്റെ അകത്ത് E8 നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ടെസ്റ്റിങ്ങിലൊക്കെ ആയിട്ട്. പക്ഷേ ഇത് അതിൻ്റെ കൂപ്പേ വേർഷനായ E9 എന്ന് പറയുന്ന മോഡലാണ്. അതായത് ഇത് സൈസിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ വണ്ടിയൊന്നുമല്ല. നിങ്ങളിപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ഈ ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ വലിയ രീതിയിലൊരു സൈസ് തോന്നുന്നില്ലെങ്കിലും അത്യാവശ്യം നല്ല സൈസുള്ള വണ്ടിയാണ്. അത് ഞാൻ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ പറയാം. ഫ്രണ്ടിൽ നമ്മൾ മഹീന്ദ്രയുടെ കോൺസെപ്റ്റ് വണ്ടികൾ കണ്ടതുപോലെയൊക്കെ തന്നെയുള്ള ഒരു ബോക്സി ലൈക്ക് ഡിസൈനാണ്. അത് ഇതിൻ്റെ ആ ഫെൻഡർ ആണെങ്കിലും അതുപോലെ വീൽ ആർച്ചിൻ്റെ ഒരു പോർഷൻ ആണെങ്കിലും ഈവൻ ഫ്രണ്ടിലത്തെ ലൈറ്റിംഗ് സെറ്റപ്പ് ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും. ആ എൻഡിലായിട്ടൊരു കട്ടൗട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ഡിസൈൻ മനസ്സിലാവാണ്ടിരിക്കാനായിട്ട് അവർ കുറച്ചൊക്കെ ക്യാമഫ്ലാജ് അല്ല, അഡീഷണൽ സാധനങ്ങൾ ഇങ്ങനെ വെക്കുമല്ലോ, അങ്ങനെ ഇതിൻ്റെ സൈഡിൽ വെച്ച പോലെ എനിക്ക് കണ്ടപ്പോൾ തോന്നി. പക്ഷേ എന്നാലും നമ്മൾ നേരത്തെ കണ്ട ഒരു C ഷേപ്പ് ടൈപ്പിലുള്ള ഇതിന് DRLs ഒക്കെ ഇതിൻ്റെ അകത്ത് ഫോളോ ചെയ്യുന്ന പോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് അത്യാവശ്യം വലിയൊരു കട്ടൗട്ട് ഹെഡ് ലാംപ്സിനായിട്ട് അവൈലബിൾ ആണ്. അതായത് ഈ ഒരു സ്പൈഡ് പിക്സ് വെച്ച് പറയുകയാണെങ്കിൽ വളരെ സ്ലിം ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ലീക്ക് ആയിട്ടുള്ള ലൈറ്റ്സ് എല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറയാം. പിന്നെ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള വണ്ടിയായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം 4790 മില്ലിമീറ്റേഴ്സിനടുത്താണ് ഈ വണ്ടിക്ക് ലെങ്ത്ത് പറയുന്നത്. കറക്റ്റ് അല്ല, എന്നാലും ഏകദേശം ഈ ഒരു റേഞ്ചിൽ വരും എന്നാണ് പറയപ്പെടുന്നത്. ഏകെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, കൂപ്പെ ആയതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ വലിയ സൈസ് തോന്നാത്തത്. ഇതൊരു പ്രോപ്പർ SUV പോലെ ആയിരുന്നെങ്കിൽ, അതായത് E8 വരുന്ന സമയത്ത് അതിന് അത്യാവശ്യം സൈസ് തോന്നും. പിന്നെ ഇത് കൂപ്പെ ആയതുകൊണ്ട് തന്നെ ബാക്കിലത്തെ റൂഫ് ലൈനൊക്കെ സ്ലോപ്പിംഗ് ആണ്. അതുകൊണ്ട് ബാക്കിൽ, അതായത് സെക്കൻഡ് റോയിൽ ഇരിക്കുന്നവർക്ക് ചിലപ്പം ഭയങ്കര രീതിയിലുള്ള ഹെഡ് റൂം നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാലും അത്യാവശ്യം ഇത്രയും വണ്ടിയുടെ സൈസൊക്കെ ഉള്ള സ്ഥിതിക്ക് ഒരുപാട് കോംപ്രമൈസ് ആവില്ല എന്ന് വിചാരിക്കാം. പിന്നെ ഇതിൻ്റെ അലോയ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാം, ഒരു 5 സ്പോക്ക് ഡിസൈൻ പോലെയാണ് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ക്യാമഫ്ലാജ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് തീർച്ചയായും വ്യത്യാസം വരും. ഇങ്ങനത്തെ ഇത്രയും ബോറായിട്ടുള്ള പ്ലെയിൻ ആയിട്ടുള്ള അലോയ്സ് ആയിരിക്കില്ല. ഇനിയും പാറ്റേൺസ് ഒക്കെ കൊടുത്ത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കും. എന്തായാലും ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റിയിരിക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് വരുന്നത്. നമ്മൾ സെയിം XUV 700 കണ്ടതുപോലെ ആ പോപ്പ് ഔട്ട് ഫംഗ്ഷനൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു സംഭവം. അതിപ്പം ഇനിയുള്ള മിക്ക മഹീന്ദ്രയുടെ വണ്ടികളിലും, അതായത് കുറച്ച് പ്രീമിയം റേഞ്ചിൽ നിൽക്കുന്നതിൽ അതൊക്കെ തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. ഇതിൻ്റെ റിയർ പ്രൊഫൈലിൻ്റെ ഇമേജസ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷേ മൊത്തത്തിൽ ഈ വണ്ടിയുടെ ഒരു ടെസ്റ്റിംഗ് രൂപമൊക്കെ വെച്ച് നോക്കുമ്പം ഏകദേശം അവർ ആ കോൺസെപ്റ്റിൽ കാണിച്ച പോലത്തെ ഒരു ഡിസൈൻ ഓൾമോസ്റ്റ് നീതി പുലർത്തി ഇതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട് എന്ന് പറയാം. ചില കമ്പനികൾ ഒരു കോൺസെപ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് അത്യാവശ്യം നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു വാഹനമായിരിക്കും റിയൽ ലൈഫിൽ കൊണ്ടുവരുന്നത്. മഹീന്ദ്ര കുറേ കാലം മുമ്പൊക്കെ ഒരു പരിധി വരെ അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തായാലും ടെസ്റ്റിംഗ് മോഡൽ കണ്ടപ്പം നമുക്ക് ഉറപ്പിക്കാം അവരെന്തായാലും ആ ഒരു പരിപാടിക്ക് പോയിട്ടില്ല. ഓൾമോസ്റ്റ് കോൺസെപ്റ്റിൻ്റെ ഒരടുത്തൊക്കെ എത്തിക്കാൻ ഇവർ നോക്കിയിട്ടുണ്ട് എന്ന്. ടാറ്റയുടെ ഈ അടുത്ത കോൺസെപ്റ്റ് വണ്ടികളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ സ്പെക്കിലേക്ക് വരുമ്പോഴും വണ്ടി കാണാൻ അതിനായിട്ട് അത്യാവശ്യം സാദൃശ്യം ഉണ്ടാകും. അതായത് മൊത്തത്തിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വണ്ടി ആയിരിക്കില്ല, അത്യാവശ്യം സിമിലാരിറ്റീസ് ഒക്കെ ഉള്ള രീതിയിലായിരിക്കും അവർ ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ കർവ് തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. കർവിൻ്റെ 2022 കാണിച്ചൊരു കോൺസെപ്റ്റ് വേർഷനും അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കണ്ട കോൺസെപ്റ്റ് വേർഷനും ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് അത്യാവശ്യം സിമിലാരിറ്റി ഉണ്ട്. ഇനിയിപ്പോൾ വണ്ടി വരുമ്പോഴാണെങ്കിലും ആ ഒരു സെയിം പാറ്റേണിലൊക്കെ തന്നെയായിരിക്കും അത് വരുന്നത്. ഇനി ഈ വണ്ടിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇത് ഞാൻ പറയാൻ പറഞ്ഞു, ഇതൊരു ഇലക്ട്രിക് വണ്ടിയാണ്. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാനിപ്പം ഇലക്ട്രിക് വണ്ടികളുടെ കാര്യങ്ങളാണല്ലോ E8 E9 ഇങ്ങനത്തെ പേരുകളിലൂടെയൊക്കെ വരുന്നത്. അതുതന്നെയാണ് മഹീന്ദ്ര കുറച്ച് കാലം മുമ്പ് കോൺസെപ്റ്റുവലൈസ് വേർഷൻസ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് BYDയിൽ നിന്ന് സോഴ്സ് ചെയ്തിട്ടുള്ള ബാറ്ററി പാക്കുകളായിരിക്കും ഇതിൻ്റെ അകത്ത് അവർ ഉപയോഗിക്കാൻ പോകുന്നത്. നമ്മുടെ വേരിയൻസ് അനുസരിച്ച് വ്യത്യാസം വരും. ബേസിക് സ്പെക്കിൽ ഏകദേശം 60 kWh അടുത്ത സൈസ് വരുന്ന ബാറ്ററി പാക്ക് ആണെങ്കിൽ ടോപ്പ് സ്പെക്കിലേക്ക് വരുമ്പോഴേക്കും 80 kWh അടുത്ത സൈസ് വരുന്ന ബാറ്ററി പാക്കുകളായിരിക്കും ഇതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. ഈ വണ്ടിയുടെ ഒരു ഡയറക്റ്റ് റൈവൽ എന്ന് പറയാൻ പറ്റുന്നത് ഒരു പരിധി വരെ നമുക്ക് സഫാരി ആണെന്ന് പറയാം. പക്ഷേ അത് ഇതിൻ്റെ റൈവലല്ല, നമ്മുടെ XUV 700 EVയുടെ, അതായത് XUV E8ൻ്റെ റൈവലാണ്. ഈ വണ്ടി ഇറങ്ങുകയാണെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് റൈവൽസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ കൂപ്പെ SUVകളുടെ ഒരു ട്രെൻഡ് ഈ അടുത്താണ് മാർക്കറ്റിൽ വരാൻ തുടങ്ങിയത്. പക്ഷേ തുടങ്ങി എന്നും പറയാൻ പറ്റില്ല, കാരണം തുടങ്ങാൻ പോകുന്നുള്ളൂ. ടാറ്റയുടെ കർവ് വന്നതിന് ശേഷമായിരിക്കും ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു നീക്കുപോക്ക് ഉണ്ടാകുന്നത്. കാരണം ഇതുവരെ നമുക്ക് ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ അങ്ങനെ കൂപ്പെ SUVകളോ അല്ലെങ്കിൽ ഈവൻ കൂപ്പെ വണ്ടികളൊന്നും തന്നെ കിട്ടിയിട്ടില്ല. കർവ് വരുമ്പം അതിൻ്റെ ഇലക്ട്രിക് ഉണ്ടാവും, അതുപോലെ പെട്രോൾ ഡീസലൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ സിട്രോയിൻ്റെ C3X എന്ന് പറഞ്ഞൊരു കൂപ്പെ SUV വരുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടികളൊക്കെ വരുന്നതോടുകൂടിയായിരിക്കും നമുക്ക് ബഡ്ജറ്റിൽ ഇലക്ട്രിക് വണ്ടികൾ കിട്ടാൻ പോകുന്നത്. ഈ വണ്ടി പിന്നെ വളരെ ബഡ്ജറ്റ് റേഞ്ചിൽ നിൽക്കുന്നൊരു വണ്ടിയൊന്നും ആയിരിക്കില്ല. XUV 700 തന്നെ ഇപ്പോൾ അത്യാവശ്യം നല്ല വിലയുണ്ട്. അപ്പോൾ അതിൻ്റെ EVയുടെ കൂപ്പെ വേർഷനും കൂടെ ആയ വണ്ടി എന്ന് പറയുമ്പം
തീർച്ചയായും 35-40 ലാക്സിനടുത്തൊക്കെ ഇതിന് കോസ്റ്റ് വരാൻ സാധ്യതയുണ്ട് ഓൺ റോഡ്. പിന്നെ ഇതിൻ്റെ ക്ലെയിംഡ് റേഞ്ചൊക്കെ അത്യാവശ്യം ഉണ്ടാവും. പറയുന്ന 80 kWh ബാറ്ററി പാക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഓൾമോസ്റ്റ് 500 കിലോമീറ്റേഴ്സിനടുത്ത് വരെയൊക്കെ ഇതിന് ക്ലെയിംഡ് റേഞ്ച് ടോപ്പ് സ്പെക് വേരിയൻസിന് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് പവർ ആണെങ്കിലും ഈ വണ്ടി ഇംഗ്ലോ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. അതുകൊണ്ട് അക്കാര്യത്തിലൊന്നും വേറെ കോംപ്രമൈസ് ഒന്നും ഉണ്ടാവേണ്ട സാധ്യതയില്ല. മഹീന്ദ്രയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആർക്കിടെക്ചർ ആണ്. ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ ഇതുവരെ അങ്ങനെ മൊത്തമായിട്ട് സ്പൈ ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിലും നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ച് ഇതിൻ്റെ അകത്ത് ട്രിപ്പിൾ സ്ക്രീൻസ് ആയിരിക്കും വരുന്നത്. അതായത് ഈ ഫ്രണ്ടിലത്തെ ഡ്രൈവറിൻ്റെ ഇൻസ്ട്രുമെൻ്റൽ സിസ്റ്റം മുതൽ നമ്മുടെ ഇൻഫോടൈം സിസ്റ്റം മുതൽ ഇപ്പുറത്തെ സൈഡിൽ പാസഞ്ചറിൻ്റെ ഒരു സ്ക്രീൻ ഉണ്ടാവും. അതിൻ്റെ സൈസ് എത്ര ആയിരിക്കും എന്നൊന്നും അറിയില്ല. എന്തായാലും 3 ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കണക്റ്റഡ് സ്ക്രീൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതൊരു നല്ലൊരു ഡിസൈൻ ആയിരിക്കും. കാരണം നമ്മളിങ്ങനെ പെട്ടെന്ന് വണ്ടി കയറുമ്പം എന്താ നല്ല സ്ക്രീൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് ടെക് ലോഡർ ആയിട്ടുള്ളൊരു വണ്ടി എന്ന് തോന്നുന്ന രീതിയിലായിരിക്കാം അത് വരാൻ പോകുന്നത്. പിന്നെ ടാറ്റ ഈ അടുത്ത് അവരുടെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഒക്കെ ഡിസൈൻ മാറ്റിയായിരുന്നു. അതിൻ്റെ അകത്ത് ഇലൂമിനേറ്റഡ് ലോഗോ ഒക്കെ കൊടുത്തിട്ട്. മഹീന്ദ്രയുടെ ഈ പുതിയ ഇലക്ട്രിക് വണ്ടികൾ വരുന്ന സമയത്ത് ഇവരും അങ്ങനെ ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഇവരുടെ ആദ്യത്തെ ഇലക്ട്രിക് വണ്ടി നേരത്തെ പറഞ്ഞ E8 അതായത് XUV700 EV തന്നെയായിരിക്കും. അത് ഈ വർഷം വരും 2024. നമുക്ക് ഏകദേശം ഒരു നവംബർ ആ സമയമൊക്കെ ആകുമ്പോഴേക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇങ്ങനെയാണ് അവർ പണ്ട് ഈ വണ്ടികളൊക്കെ അനൗൺസ് ചെയ്ത സമയത്ത് പറഞ്ഞത്. ഇനിയിപ്പോൾ Thar 5 Door അവർ ഡിലേ ആക്കിയ പോലെ ഈ വണ്ടികളും ഡിലേ ആക്കുമോ എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും കറക്റ്റ് ലോഞ്ച് ടൈം ലൈൻ വെച്ച് പറയുകയാണെങ്കിൽ ഈ വണ്ടി 2025 ഫസ്റ്റ് ഹാഫിൽ വരേണ്ടതാണ് ശരിക്കും. ആൻഡ് ഇത് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇതിനങ്ങനെ പ്രത്യേകിച്ച് റൈവൽസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് പിന്നെയും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ടാറ്റ സഫാരിയുടെ ഒക്കെ ഒരു കൂപ്പ SUV പോലെ എന്തെങ്കിലും കൊണ്ടുവന്നാലാണ് ഇലക്ട്രിക്കിൽ. അല്ലാണ്ട് പെട്രോളിൽ കൊണ്ടുവരുന്ന എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പെട്രോൾ ഡീസൽ ഓക്കെ, സഫാരി ഇപ്പോൾ ഡീസൽ മാത്രമല്ലേ ഉള്ളൂ. ബൈ ദ വേ ഈ വണ്ടിയുടെ കോൺസെപ്റ്റ് ഡിസൈൻ ഏകദേശം ഇതുപോലെ ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ കോൺസെപ്റ്റ് രൂപം അതുപോലെ അവർ ടെസ്റ്റ് ചെയ്യുന്ന മോഡലും തമ്മിൽ അത്യാവശ്യം സിമിലാരിറ്റി ഉണ്ടെന്ന്. ഈ വണ്ടി അത്യാവശ്യം ഒരു ബോക്സി ലൈക്ക് ഡിസൈൻ പാറ്റേൺ ആണ് അവർ പിടിച്ചിരിക്കുന്നത്. പുതിയ വണ്ടി വന്നപ്പോഴാണെങ്കിലും ടെസ്റ്റിംഗ് മോഡൽ ഈ ഒരു ടൈപ്പ് ഓഫ് ഫേസ് ഒക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് അവർ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വാഹനം സംഭവം ഇതൊരു കൂപ്പ SUV ആണെങ്കിലും ഇതിൻ്റെ അകത്ത് ഓൾ വീൽ ഡ്രൈവ് ആൻഡ് റിയർ വീൽ ഡ്രൈവ് കൺഫിഗറേഷൻ അവൈലബിൾ ആയിരിക്കും. ഇതിപ്പോൾ പുതിയ കാര്യമാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ഇലക്ട്രിക് വണ്ടികളിൽ ഓൾ വീൽ ഡ്രൈവ് കൊടുക്കാൻ ഡ്യുവൽ മോട്ടോർ സെറ്റപ്പ് ആക്കിയാൽ മതി. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കേസൊന്നുമല്ല നമ്മളല്ലാണ്ട് പെട്രോൾ ഡീസൽ വണ്ടികളുടെ കേസിൽ ചെയ്യുന്നത്. അതിൻ്റെ അകത്താണെങ്കിൽ ട്രാൻസ്ഫർ കേസ് കൊടുക്കുക, പിന്നെ എന്താ ഡിഫറൻഷ്യൽ കൊടുക്കുക, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഇതിൻ്റെ അകത്ത് അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് അഡീഷണൽ മോട്ടോർ കൊടുക്കുക, അതിൻ്റെ പവറൊക്കെ മാനേജ് ചെയ്ത് അങ്ങ് നിർത്തിയാൽ മതി. മോസ്റ്റ് പ്രോബബ്ലി ഫ്രണ്ടിൽ വരുന്ന മോട്ടറിൻ്റെ ബാക്കിലേക്കാൾ കുറച്ചുകൂടെ പവർ കുറവായിരിക്കും. എന്തായാലും അങ്ങനെയൊക്കെ വെച്ചാലും ഇതിൻ്റെ അകത്ത് ഓൾ വീൽ ഡ്രൈവ് സെറ്റപ്പ് ഉണ്ടാവും. അത് കുറച്ച് പ്രൈസ് കൂടുതലായിരിക്കും തീർച്ചയായും. റിയർ വീൽ ഡ്രൈവ് ആയിരിക്കും എൻട്രി ലെവലായിട്ട് അവർ വെക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ടാറ്റയുടെ ഇനി വരാൻ പോകുന്ന ഹാരിയർ EVയിലാണെങ്കിലും അവർ ഓൾ വീൽ ഡ്രൈവും റിയർ വീൽ ഡ്രൈവും കൊടുക്കും എന്നാണ് പറഞ്ഞത്. പിന്നെ ഇങ്ങനത്തെ വണ്ടികളും ഉണ്ട്. ഇലക്ട്രിക് ആയതുകൊണ്ട് നമുക്ക് ഓഫ് റോഡ് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇതങ്ങനെ ഹാർഡ് കോർ ഓഫ് റോഡിങ്ങിന് വേണ്ടി പറ്റിയ ഒരു ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം ഒന്നും ആയിരിക്കില്ല. ജസ്റ്റ് നമുക്ക് റോഡിൽ ഓടിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഗ്രിപ്പും ഹാൻഡ്ലിങ്ങും കോൺട്രിങ് സ്റ്റെബിലിറ്റി ഒക്കെ കിട്ടും. പിന്നെ ഭയങ്കര പവറിൽ ഇലക്ട്രിക് വണ്ടികളൊക്കെ ആണെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് ആണെങ്കിൽ റോഡിലേക്ക് കറക്റ്റായിട്ട് ആ പവർ മൊത്തമായിട്ട് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എന്തായാലും അതാണ് പുതിയ XUV E9. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.